ബിനാമി വർക്കറുടെ പേരിലുള്ള വാഹനത്തിന് RTOയുടെ റിക്കവറി ആക്ഷൻ. നമസ്കാരം, ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഡിവിഷന്റെ കീഴിൽ തൈക്കാട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ ബിനാമി കോൺട്രാക്ടറും ഇലക്ട്രിസിറ്റി വർക്കറുമായ സന്തോഷ് കുമാർ MGയുടെ 7ഓളം ജീവനക്കാരെയും KCBയുടെ സാധന സാമഗ്രികളും വാഹനത്തിൽ കയറ്റി ബിനാമി കോൺട്രാക്ട് പണിക്ക് ഉപയോഗിക്കുന്ന ബൊലേറോ പിക്കപ്പ് വാഹനത്തിന് യാതൊരുവിധ രേഖകളും ഇല്ലാതെ കഴിഞ്ഞ 2 വർഷത്തോളം ഈ വാഹനം സെക്ഷൻ ഓഫീസിലെ കോൺട്രാക്ട് പണിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര RT ഓഫീസിൽ ഈ വാഹനത്തിന്റെ രേഖകളെല്ലാം ലോക്ക് ചെയ്തിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. 30/9/2013 ഈ വാഹനം റവന്യൂ റിക്കവറി ചെയ്യാൻ നെയ്യാറ്റിൻകര RT ഓഫീസ് ഉത്തരവിട്ടിരിക്കുന്നു. നിയമവിരുദ്ധമായ ബിനാമി കോൺട്രാക്ട് പണിക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന് 1/1/2022 8,424 രൂപ റിക്കവർ ചെയ്യാനും RT ഓഫീസ് ഉത്തരവിട്ടിരിക്കുന്നു. ഈ വാഹനത്തിന്റെ ഉടമ ബിനാമി കോൺട്രാക്ടർ ഇപ്പോൾ നിലവിൽ തൈക്കാട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ വർക്കറായി ജോലി ചെയ്യുന്നു. അതുമാത്രമല്ല, 2023 നവംബർ 13-ന് 10,000 രൂപ പെറ്റി അടച്ചതായും കാണുന്നു. ഈ വാഹനം സ്ഥിരമായി നിയമവിരുദ്ധമായി നിരത്തിൽ ബിനാമി കോൺട്രാക്ട് പണിക്ക് ഓടുന്നതാണെന്ന് തെളിയിക്കാൻ വീണ്ടും രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. 2023 ജൂൺ മാസം 30-ാം തീയതി ഈ വാഹനത്തിന് 8,250 രൂപ പിഴ രേഖപ്പെടുത്തിയതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും തൈക്കാട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ ബിനാമി കോൺട്രാക്ടറും ഇലക്ട്രിസിറ്റി വർക്കറുമാണ്. ഇത്രയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിക്ക് ഉദ്യോഗസ്ഥലത്തിൽ സർവ്വസഹായങ്ങളും ചെയ്യുന്നത് തിരുവനന്തപുരം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ജലേഷ് കുമാർ, പുത്തൻചന്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ രാജേഷ്, തൈക്കാട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ AE ആയിരുന്ന ശ്രീ ഹരിഹരൻ, അദ്ദേഹം ഇപ്പോൾ നാലാഞ്ചിറ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. അതിനുശേഷം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന ശ്രീ ജയപ്രസാദ്, ഇദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം 6 മാസത്തോളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ചാർജ് വഹിച്ചിരുന്ന കന്റോൺമെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ വിമൽ, ഇപ്പോഴത്തെ തൈക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീമതി ജീന കെ നായർ എന്നിവരും ഇദ്ദേഹത്തിന് ധാരാളം വഴിവിട്ട സഹായങ്ങൾ ചെയ്തു വരുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട സബ് എഞ്ചിനീയർ ശ്രീ രാമനാഥൻ ഈ ബിനാമി വർക്കർക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ഞങ്ങളുടെ മുൻ ചീഫ് എഡിറ്റർ വൈദ്യുതി ബോർഡ് CMDക്കും KSEB ചീഫ് വിജിലൻസ് ഓഫീസർക്കും പരാതി നൽകിയപ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ജലേഷ് കുമാർ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ബിനാമി വർക്കർക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള AE-മാരായി പ്രവർത്തിച്ചവരും പുത്തൻചന്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ബിനാമി വർക്കറെ ഈ റിപ്പോർട്ടിൽ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവർക്കും ഈ ബിനാമി ഇടപാടിൽ പങ്കുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രേഖകളില്ലാത്ത ഈ അനധികൃത വാഹനം KSEBയുടെ കോൺട്രാക്ട് പണിക്ക് ഓടിക്കുന്നതിനും KSEBയുടെ എംബ്ലവും അനധികൃതമായി പ്രദർശിപ്പിച്ച് ഈ വാഹനം ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സർവീസ് റൂൾ അനുസരിച്ചും സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സർവീസ് റൂൾ അനുസരിച്ചും ഇത് നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ. ഇദ്ദേഹം കഴിഞ്ഞ ഏറെ കാലമായി ബിനാമി വർക്കിൽ KSEBയിൽ ധാരാളം തുക അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ഇദ്ദേഹത്തിന്റെ ശിങ്കടികളാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരാതികൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ ഇദ്ദേഹത്തെ അതേ സെക്ഷനിൽ നിലനിർത്തി പോകുന്നത്. ബിനാമി വർക്കിലും ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും നിയമവിരുദ്ധമായി വാഹനങ്ങൾ ഓടിച്ചിട്ടും ഇദ്ദേഹത്തിന് ഈ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടും ഇദ്ദേഹത്തിന്റെ പേരിൽ യാതൊരുവിധ അച്ചടക്ക നടപടികളും സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ഇലക്ട്രിക്കൽ സെക്ഷൻ തൈക്കാട്ടിൽ 2 ജീവനക്കാരുടെ സസ്പെൻഷനുകൾ നടത്തിയിരുന്നു. അവസാനം നടന്ന സസ്പെൻഷൻ ജീവനക്കാരൻ കൃത്യത്തിൽ പങ്കെടുക്കാതെയാണ് സസ്പെൻഷനായത്. പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബിനാമി കോൺട്രാക്ട് വർക്കറും തൈക്കാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഇലക്ട്രിസിറ്റി വർക്കറുമായ ശ്രീ സന്തോഷ് കുമാർ MGയെ സസ്പെൻഡ് ചെയ്യാതെ അതേ സെക്ഷനിൽ നിലനിർത്തുന്നത്. ഇത്രയും ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചില്ല. 1 എന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകേണ്ടി വരും.
അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന തീരുമാനമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ എടുക്കുന്നതെങ്കിൽ അതിനെതിരെ പൊതുജന മധ്യത്തിൽ വ്യക്തമായി നിങ്ങളുടെയൊക്കെ കപട മുഖങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യേക പതിപ്പും പുറത്തിറക്കുന്നതാണെന്ന് അറിയിക്കുന്നു.